നമസ്കാരം. വഴിമുട്ടി BJP, വഴി കാട്ടാൻ കേന്ദ്ര നേതൃത്വം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജാമ്യലീലകൾ പലതു കാട്ടിയിട്ടും ദിലീപിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമില്ല. പുറത്തിറങ്ങാനുള്ള സിനിമയായ രാമലീലയുടെ ടീസറിൽ പോലും നിരപരാധിത്വം അവകാശപ്പെടുന്നുവെങ്കിലും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇതുപോലൊരു കേസിൽ ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമല്ലെന്ന് നിയമവൃത്തങ്ങളും വ്യക്തമാക്കുന്നതോടെ ദിലീപിൻ്റെ ജയിൽവാസം നീണ്ടുപോയേക്കും. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. ഞാനീ കളിച്ച കളിയൊക്കെ പെട്ടിടാമാറും ആപത്തിൽ ഒരു കൈസഹായമെങ്ങും ഇല്ലാതെ ചിലർ. ഞങ്ങൾ ആദ്യം പോലെ പറഞ്ഞ കേസ് ശരിയായ രീതിയിലാണ് പോകുന്നത്. അത് ശരിയായ രീതിയിൽ പോകുന്നതിൻ്റെ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചത്. തീർച്ചയായിട്ടും 100% അന്വേഷണം ഗൂഢാലോചന നടൻ ദിലീപിനെതിരെയാണ് നടന്നത് എന്നാണല്ലോ PC ജോർജ് പറഞ്ഞു നടക്കുന്നത്. ഈ വിവരം അറിയാൻ വിളിപ്പിക്കാനിരിക്കുകയാണ് പോലീസ്. പോലീസ് നമുക്ക് പുല്ലെന്ന് ഇരട്ടത്തോക്ക് കൈവശമുള്ള ജോർജ് ഏട്ടനും. എന്റെ തങ്കച്ചൻ ആരുടെ പിടിച്ചകത്തിട്ടെ? പുതിയ SI. തന്റെ പുതിയ SI കാണിച്ചു തരാൻ എല്ലാവനെയും. ഇതൊക്കെ പൊളിച്ച്. ഹലോ. കൊള്ളാം കൊള്ളാം. എടാ, നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പോലീസിന് ഞങ്ങളുടെ ടീമിനെ അത് വിളിച്ച് നോക്കി പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് വിളിപ്പിക്കും. എനിക്കാരും പേടിയില്ല. ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. 2 വർത്താനം പറയട്ടെ. എന്നെ ചോദ്യം ചെയ്യാനൊന്നും ഇവരൊന്നും എഴുതില്ല. ഞാൻ അങ്ങനെ അവന്റെ ഒന്നും ചോദ്യം ചെയ്യാൻ നിന്ന് കൊടുക്കുന്നില്ലേ. എന്റെ അഭിപ്രായം കേൾക്കാനാണ് അവനൊക്കെ എന്റെ അടുത്തോട്ട് വരും. അല്ലാതെ ചോദ്യം ചെയ്യാനൊന്നും ഒരു എന്റെ അടുത്തോട്ട് പോരണ്ട. എന്താണ് കൂടുതലൊന്നും അദ്ദേഹം അറിയാമെങ്കിൽ അദ്ദേഹം പറയണമല്ലോ. അതിനുവേണ്ടി നടപടി ഉണ്ടാവും. അതൊക്കെ അവന്റെ മനസ്സിൽ വെച്ചാൽ മതി. ചോദ്യം ചെയ്യാൻ എന്താ ചോദ്യം ചെയ്യുന്നത്? ഞാൻ പിന്നെ പെണ്ണ് പിടിച്ചോ കള്ളു പിടിച്ചോ? അല്ല, അറിയില്ല. അദ്ദേഹം ചോദിച്ചാലേ പറയുള്ളൂ. അദ്ദേഹം പറയുന്ന ഹാജരാക്കുന്ന തെളിവുകൾ എന്താണെന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ചോദ്യം ചെയ്യുന്നു. ആരായ ചോദ്യം ചെയ്യുന്നവൻ? അവനോട് വേണം അഭിപ്രായം ചോദിക്കാം. ദാറ്റ്സ് ഓൾ. എന്താണ് അഭിപ്രായം വേണം? എപ്പോ വേണം വന്നാൽ പറഞ്ഞു. എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറയും സമയം. അപ്പൊ വന്നാൽ മതി. ആരും വന്നാലും പോലീസുകാരൻ വന്നാലും മതി. ഈ SP കുസ്തി ഒന്നും വേണമെന്നില്ല എനിക്ക്. ഞാനിവിടെ നിൽക്കണം നിനക്ക് കണ്ടൂടെ? മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ കുരുങ്ങിയ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും ചർച്ച ചെയ്തത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചോർന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചായിരുന്നു. കോഴ വാങ്ങിയ ആളല്ല കുറ്റക്കാരൻ, കോഴയെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ അംഗമാണ് പ്രതി എന്ന നിലയിലാണ് പാർട്ടി നടപടി. സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലും ഇവിടെയുമായി നിയോഗിച്ച 2 സഹായികളും ആരോപണത്തിൽപ്പെട്ടതോടെ കുമ്മനത്തിനും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിലെയും തിരുവനന്തപുരത്തെയും സഹായികൾ പെട്ടതുപോലെ പാർട്ടി തീരുമാനം വിശദീകരിക്കേണ്ട കുമ്മനത്തിന് പകരം മുതിർന്ന നേതാവ് PS ശ്രീധരൻപിള്ളയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. യഥാർത്ഥത്തിൽ ഇത്
ദേശീയ തലത്തിൽ നടന്ന വ്യാപകമായ ഒരു അഴിമതിയുടെ ഒരു ചെറിയ അംശമാണ് കേരളത്തിലുണ്ടായി. കുമ്മനം രാജശേഖരനുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് ഈ സതീഷ് നായർ എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അനന്തോ അനന്തൻ നമ്പ്യാരെ എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഹൈക്കോർട്ടിലെ സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് ഇത് അന്വേഷിപ്പിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഹവാല ഇടപാടാണ്. ആ സത്യം പുറത്തു കൊണ്ടുവരാൻ ഹൈക്കോർട്ടിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ദേശീയ തലത്തിൽ ദേശീയ നേതാക്കൾക്ക് വരെ പങ്കുള്ള ഒരു അഴിമതി ആരോപണമാണ്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് ഇതിന് ഒരു നിഷ്പക്ഷമായ അന്വേഷണമാണ് ദേശീയ തലത്തിൽ വേണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും വിജിലൻസ് അന്വേഷണം വേണം. എബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി. നീ എങ്ങോട്ടാ? എബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. ആ കൊപ്ര അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. അങ്ങനെയുള്ള ഒന്നിലൊരാൾ കാണിച്ചത് ഒരു നിലയ്ക്ക് ന്യായീകരിക്കത്തക്കതല്ല. കടുത്ത ക്രിമിനൽ കുറ്റമാണ്, അധാർമികമാണ്, നിയമവിരുദ്ധമാണ്. അതിന് നിയമം അനുശാസിക്കുന്ന നടപടികളിലൂടെ തന്നെ ആ കുറ്റം ചെയ്ത ആൾ വ്യവസ്ഥാപിതമായി അതിന് ശിക്ഷ ഏറ്റുവാങ്ങണമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിയുടെ കോർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിനോദം എന്ന് പറയുന്ന ഈ പണം വാങ്ങിയെന്ന് പരാതിക്കാരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അയാളെ പുറത്താക്കിയിരിക്കുന്നു. രൂപയോ? ഇതെങ്ങനെ എന്റെ മേശയ്ക്കകത്ത് തോന്നി? അത് ഞങ്ങളോട് ചോദിച്ചാൽ സർ, സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ ഒന്നും എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെ പറയാറ്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരിക്കുന്നു? ദീസ് ആർ മാർക്ക് നോട്ട്സ്. സാർ, ഇതിലെന്തോ ചതി സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് എന്നെ കുറിച്ച് ചോദിച്ചു നോക്കും. എന്റെ വിരോധികൾ പോലും പറയില്ല ഞാൻ കൈക്കൂലി മേടിക്കുന്നവനാണെന്ന്. ഞാൻ നിരപരാധിയാണ് സാർ. ദാറ്റ് യു പ്രൂവ് ഇറ്റ് ബിഫോർ ദി കോർട്ട്. അഴിമതിയാണ് സർക്കാർ പറഞ്ഞത്. അഴിമതിയായിട്ട് ഏത് അന്വേഷണം നടത്തിയാലും ആ അന്വേഷണമായിട്ട് സഹകരിക്കാൻ BJP തയ്യാറാണ്. മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള കേരളത്തിലെ എല്ലാ ഇടപാടിലും അഴിമതി ആക്ഷേപങ്ങൾ പ്രവഹിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി യോഗത്തിൽ MT രമേശ് പൊട്ടിക്കരയുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു അത്രേ. കുമ്മനം കഴിഞ്ഞാൽ പിന്നീട് ചതുരവടിവിൽ പാർട്ടി വിചാരധാര വിശദീകരിക്കാൻ കഴിയുന്ന രമേശ് ഭാവിയിൽ BJPയുടെ വഴി കാട്ടുമോ എന്ന് പേടിക്കുന്ന ചിലർ തന്നെ വഴിമുട്ടിക്കുന്നതാണെന്ന് ശ്രീധരൻ പിള്ളയും വിശദീകരിക്കുന്നു. ശ്രീ MT രമേശ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ദീർഘകാലമായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി കോർ ഗ്രൂപ്പിനും പാർട്ടി സംസ്ഥാന സമിതിക്കും കൃത്യമായിട്ട് ബോധ്യപ്പെടും. സത്യമാണോ ഈ പറയുന്നത്? മറിച്ച് നിങ്ങൾക്ക് എന്ത് തെളിവുകൾ വേണമെങ്കിലും കൊണ്ടുവരാം, എന്ത് ആരോപണങ്ങളും ഉന്നയിക്കാം. ഏത് ആരോപണത്തെയും ഏത് അന്വേഷണത്തെയും ഭയപ്പെടാത്ത പാർട്ടിയാണ് BJP. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. MT രമേശിന്റെ പേരില്ല. MT രമേശിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കേരളത്തിലെ ഏറ്റവും വളർന്നു വരുന്ന ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായപ്പോൾ അയാളെ കൊടുക്കാൻ ആരെങ്കിലും നിങ്ങൾ മറ്റാൾക്കാർ പറയുന്നതായിരിക്കും. ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ നോക്കുകൂലി ആക്രമണത്തിന് വിധേയരാകാത്തവർ ചുരുക്കം. പ്രതിസ്ഥാനത്ത് പലപ്പോഴും CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളായിരിക്കും. യൂണിയൻകാരെ പേടിച്ച് വീടുമാറ്റം പലരും നടത്തുന്നത് അർദ്ധരാത്രിയിലാണ്. സ്വകാര്യ വ്യക്തികളും വ്യവസായികളും നേരിട്ട ഈ നോക്കുകൂലി ആക്രമണത്തിൻ്റെ ചൂട് സർക്കാരും അറിഞ്ഞു. അമ്പലപ്പുഴ തിരുവല്ല റോഡ് പണിക്ക് കരാറുകാരിൽ നിന്ന് നോക്കുകൂലി ആവശ്യപ്പെട്ട AITUC യൂണിയനെ വിമർശിച്ച് മന്ത്രി G സുധാകരന് രംഗത്തിറങ്ങേണ്ടി വന്നു. തങ്ങളുടെ സ്വന്തം ട്രേഡ് യൂണിയനായ CITU സഖാക്കളും മോശമല്ലെന്ന് മന്ത്രി. റോഡ് വേണോ നോക്കുകൂലി വേണോ എന്ന് തീരുമാനിച്ച ശേഷം മതി റോഡ് പണിയെന്ന് മന്ത്രിയും. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ കോപ്പു നീ വരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ്പോർട്ടൊക്കെ ആരെടുത്തോക്കും പാമ്പും കൊണ്ട് കടുപ്പുണ്ടാ. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഈ അമ്പലപ്പുഴ താലൂക്കിൽ പണ്ടേ ഉള്ളതാണിത്. ഒരു 30-30 ആളാണ്. അവർ നാട് ഭരിക്കുകയാണ്. ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടാവുക, ഞങ്ങളെല്ലാം പാർട്ടിയിലുള്ളവരല്ലേ. ആലപ്പുഴ മുനിസിപ്പാലിറ്റി സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളും പൊളിറ്റിക്കൽ പാർട്ടീസും
രണ്ടും കൂടി ആലോചിച്ച് തീരുമാനിക്കുക, ബാക്കി പണിയുന്നില്ലെന്ന്. നമ്മൾ സാധാരണ പണിയൊക്കെ നടക്കും, റോഡ് വൃത്തിയാക്കിയാൽ പോരെ. അതൊക്കെ ടാർട്ട് വന്നേക്കാം. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഇത് ഞാൻ മാത്രമേ പറയുന്ന, മറ്റുള്ളവരെന്താ പറയാത്തേ? ഇവിടുത്തെ മറ്റധികാരികൾ എന്തുകൊണ്ട് പറയുന്നില്ലെന്നാണ് ചോദിച്ചത്. എന്താ അവർ മറന്നുപോയോ? നമ്മളിങ്ങനെ അത്തല പിത്തല പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും സംഘടിച്ച് നിൽക്കണം. സംഘടിച്ച് നിന്ന് നമ്മള് നോക്കുകൂലി വാങ്ങിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി ഔദ്യോഗിക നയമാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നയമാണ്, അല്ല ഇടതുപക്ഷത്തിന് വിരുദ്ധമാണ് ഞാൻ പറയാറില്ല. ഞങ്ങളുടെ നയമാണ് ഇത് പാടില്ല എന്ന്. നോക്കൂലി പാടില്ല എന്ന് ഒരാളൊന്നും പറഞ്ഞല്ലോ ഇതുവരെ. ഏതാരെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ ഇവിടെ? നിങ്ങൾ എത്ര കോളം എഴുതിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ നോക്കൂലി പാടില്ല എന്ന്? പിണറായി വിജയൻ പണ്ടേ പറഞ്ഞതല്ലേ, ഓർമ്മയുണ്ടോ? PS പറഞ്ഞതല്ലേ? ഇത് കുറച്ച് ആളുകൾ എന്ത് ചെയ്താലും ഇവിടെ ആകാം, അരാജകത്താണ്. ഹലോ, പാർട്ടി ഓഫീസല്ലേ? സജിയേട്ടനോടത്തെ. ഹലോ സജിയേട്ടാ, ഇത് ഞാനാ കട്ടപ്പുറം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനൊരു തീരുമാനം എടുത്തു. ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. റോഡ് വിട്ടു തരുന്നില്ലെങ്കിൽ എനിക്ക് പട്ടാളപ്പണി ചെയ്യാൻ വയ്യ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പഴയ കാടിനെ ഒന്നും കാണിക്കാനും പോകുന്നില്ല. ഞാനങ്ങ് തണുക്കുക. ഇനി നമ്മൾ കയറി കൈവച്ചിട്ട് പാർട്ടിക്കൊരു ക്ഷീണം വേണ്ട. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറ. ശിവന്മാർക്ക് തരാൻ വരുന്നൊക്കെ തരട്ടെ. വേറെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? താങ്കൾ പറ. ഉണ്ടോ? ഇല്ല. ഈ താലൂക്കിലുള്ള വേറെ ഏതെങ്കിലും താലൂക്കിലുണ്ടോ? അപ്പോൾ ഒരു സ്ഥിരം പരിപാടിയല്ലേ. നിങ്ങൾ അവിടെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേ. അവിടെയൊക്കെ സാമ്പത്തിക സ്രോതസ് നിങ്ങൾ വെളിയിൽ കൊണ്ടുപോവാ. സർക്കാർ വേണ്ട. വർഷങ്ങളായിട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയാണെന്നുള്ളത് പറ. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തോ? എന്തെങ്കിലും തന്നാ മതി. ശരി, താവാ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഉഴവൂർ ഇനി ചിരി ഓർമ്മ. സകല കള്ളന്മാരും കൊള്ളക്കാർക്കും ക്യാബിനറ്റ് പദവി കൊടുത്തിട്ട് സരിതയ്ക്ക് മാത്രം കൊടുക്കാതിരുന്നത് കഷ്ടമായി പോയി.